രാവിലെ തന്നെ താജ്മഹൽ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. 5 മണിയായപ്പോൾ ഇറങ്ങി, നമ്മളിവിടെ 6 മണിയായപ്പോൾ എത്തി. അപ്പം നമ്മൾ ഇന്നലെ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്തതുകൊണ്ട് നമ്മളിനി ടിക്കറ്റ് എടുക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. നമ്മളിവിടെ ഒരു ഗൈഡിനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ലോണം പറ്റിക്കാൻ നോക്കും. ഇപ്പം ഗൈഡൊക്കെ ആണെങ്കിൽ തന്നെ 1000 പറയും. പിന്നെ നമ്മൾ സംസാരിച്ചത് കുറയണം. എന്തൊക്കെ വാങ്ങിച്ചേ? ചെരുപ്പ് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്നല്ല, നമുക്ക് ചെരുപ്പ് അകത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. പ്ലെയിൻ ചെരുപ്പ് പകരം ഷൂവിന് കവർ ഇടണം. എത്ര രൂപയ്ക്കാ? ഒരാൾക്ക് 10 രൂപ എന്നാ പറഞ്ഞു. അപ്പൊ 5 പേർക്ക് 50 രൂപ. റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഞാൻ തരും, നോക്കിയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ താജ്മഹലിലേക്ക് പോകാനുള്ള എൻട്രി. അതായത് ഇതുവഴിയാണ് നടന്നു പോകുന്നത്. ഇതാണ് ഫത്തേപൂർ മസ്ജിദ് എന്ന് പറയുന്നത്. ഇത് ഗേറ്റാണ്. നമ്മളിത് മെയിൻ എൻട്രൻസ് എത്തിപ്പോവാണ്. നല്ല റഷാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോവാണ്. മൊത്തം 4 ഗേറ്റാണുള്ളത്. ഇതാണ് 1ാമത്തെ ഗേറ്റ്. അവിടെ വരുന്നത് 2ാമത്തെ ഗേറ്റ്. ഇവിടെ വരുന്നത് 3ാമത്തെ ഗേറ്റ്. അവിടെ 4. അങ്ങനെ 4 ഗേറ്റാണ് വരുന്നത് മൊത്തം. ഔട്ട് സൈഡിലേക്ക് ചെറിയൊരു ചരി വയ്ക്കുക. എനിക്ക് ശരി ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ താജ്മഹലിലേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട് സൈഡിലേക്ക് ജസ്റ്റ് കളിക്കുന്നത്. സൗദിയിലേക്ക് ഒരു പില്ലർ അങ്ങോട്ട് ചെല്ലും, എല്ലാം അങ്ങോട്ട് ചെല്ലും. കയറണോ ഇങ്ങനെ ഒരു കവർ ഇടണം. നമ്മൾ പിന്നെയും പറ്റിക്കപ്പെട്ടിരിക്കണം. 200 രൂപ ടിക്കറ്റ് ഉള്ളവർക്ക് ഇത് ഫ്രീ ആണ്. എന്ത് ചെയ്യാനാണ്? താജ്മഹൽ ഫ്രീക്കൻ. ഓ, ഞങ്ങളൊക്കെ ഒറ്റ കളറാരാ. ഇതാണ് 2 കളർ. നോക്കി ഇങ്ങോട്ട് നോക്കാൻ. ഓ, പച്ച, പിങ്ക്, എന്താ വേണം? ഇതെങ്ങനെ സാധിക്കുന്നുള്ളത്? അത് കറക്റ്റ് മേടിച്ചിട്ട് വന്നേ ചേട്ടാ. താജ്മഹൽ കാണാൻ വേണ്ടി അകത്തോട്ട് കയറുവാണ്.
ഏ ഫ്രീക്ക് പയ്യ. ഓ ഞാനങ്ങോട്ട് ഫ്രീക്ക് പോകുന്നുണ്ടല്ലോ. കിട്ടുന്നില്ലല്ലോ ഫുള്ള്. എനിക്ക് ആ ഒരു വിഷമേ ഉള്ളു. ആ കിട്ടി. സ്റ്റെപ്പ് കയറി മണ്ടക്കോട്ട് കയറുവാണ്. അങ്ങനെ ഇതിന്റെ ബാലൻസ് ആളിലേക്ക് കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ്ടേ തരും ചെയ്യും. നമുക്കകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ ലോഡല്ല. നല്ല മഴയാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് മൊത്തം താജ്മഹൽ മൊത്തം കണ്ടു. അകത്തൊക്കെ കയറി താജ്മഹൽ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നോക്കണേ, ഇവിടെ ഇച്ചിരി കൂടെ നോക്ക്. നമ്മൾ താജ്മഹൽ കണ്ടു. നമ്മളടുത്തത് ഇട്ടുബുത്ത് ദൗള കാണാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മളിത് ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തോട്ട് കയറാൻ. കയറി വരുമ്പോൾ ഉള്ള വ്യൂ ഇട്ടുബുത്ത് ദൗളയുടെ. ഇതാണ് ഉള്ളിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ. നമുക്ക് ഇതിനകത്തും താജ്മഹലിൻ്റെ കൂട്ട് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ ഒക്കത്തില്ല. നമ്മൾ ചെരുപ്പ് കവർ ചെയ്തിട്ട് വേണം കയറാൻ. ഇനി അടുത്ത് ചെരുപ്പിടാൻ പോവാണ്. ചെരുപ്പല്ല, ചെരുപ്പിന് കവർ ഇടാൻ പോവാണ്. പറയണം കേട്ടോ, ഏറ്റവും ടോപ്പ് സാധനം ഉച്ചവിട്ട പോലെ ആരും പോകാത്ത സ്ഥലം ഇത്. ഇവിടെ ആരുമില്ല. ഫുള്ള് ഓരോരോ പടങ്ങളാണ്. ഇവിടെ കാണാനുള്ള എല്ലാം നമ്മൾ കണ്ടു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറി ഫുഡ് കഴിക്കാൻ പോവും. അക്ബർ സ്റ്റോമിലാണ്, അതായത് അക്ബറിൻ്റെ ശവകുടീരത്തിലാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് 5 പേർക്ക് വന്നേക്കുന്നത് 150 രൂപയും 80 രൂപ ടിക്കറ്റ് കാണും. അതായത് പാർക്കിംഗ് ഫീ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊന്ന് കാണാം. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയുള്ള പുള്ളിയാണിത്, ഗൈഡാണ്. മനസ്സിലായി. തത്തയുണ്ട്, അതുപോലെ തന്നെ മയിലുണ്ട്. ഇവിടെ ഫുള്ള് മയിലാണ്.
सिकंदरा नहीं, सिकंदरा जो नाम है वो सिटी का नाम है, क्योंकि यहाँ मुगलों से पहले लोधियों का राज था। बिफोर द मुगल डायनेस्टी, इधर लोधी डायनेस्टी, यहाँ आए थे सिकंदर लोधी, समझे, 1489 उन्होंने ये गांव को आबाद किया, इसका नाम सिकंदरा रखा गया। उनके बेटे थे इब्राहिम लोधी, जो फर्स्ट मुगल बाबर से उनका फाइट हुआ था 1526 पानीपत हरियाणा। बाबर ने उनको अटैक किया था, बाबर जीत गया। बाबर क्यों जीता? उसके पास सेना कम थी और उसके पास तोप थी। इब्राहिम लोधी के पास 10,000 सेना थी और तोप नहीं थी, इसलिए वो हार गया। तो मतलब गन है। तोप उसके अंदर बम डाल के ना फायर होता है। कैनियन कैनियन। तो वो जो पॉइंट आपको दिख रहा है सामने, हाँ उसको बोलते हैं लोधी टॉम। देखो वो लिखा है बोर्ड पे, रेड कलर बोर्ड पे लिखा है हाँ। लोधी टॉम। लोधी टॉम इसलिए बोलते हैं, वहाँ पर सिकंदर लोधी की बॉडी को कुछ समय के लिए रखा गया था, फिर यहाँ से ट्रांसफ़र किया गया दिल्ली लोधी गार्डन, इसलिए सिकंदर लोधी का समाधि दिल्ली में। इब्राहिम लोधी का पानीपत हरियाणा। वो बिल्डिंग का सेकंड नाम आता है सराय। सराय समझते हैं आप? नहीं। रेस्ट हाउस, सत्रम। सत्रम तो समझते हैं ना? सत्रम, वो सत्रम था। उस समय पर ये पूरा फारिश एरिया था, वो वहाँ से गुजरता है जो अपनी सेफ्टी से आराम करके चला जाता था, इसलिए वो थी लोधी सराय। वो बिल्डिंग बनाई गई थी 1517 में, 505 ईयर्स ओल्ड है। सेकंड पॉइंट आता है ये मुगल पॉइंट है, मुगल डायनेस्टी का। इसको बोलते हैं कांच महल। इसके अंदर कोई कांच नहीं है, कोई ग्लास नहीं है, फिर भी ये कांच महल कहा जाता है। इसलिए वो कलर नहीं दिख लिया आपको, क्या? ब्लू येलो कलर, उसका रिफ्लेक्शन देखो कांच के माफिक है। മേളിലിരിക്കുന്ന നീലയും ഇത് കണ്ടോ, അതിന്റെ പർപ്പിളും. अभी ये इतना है, जब ये അതുകൊണ്ടാ- नया लगा हुआ तो कितना होगा? പുതിയതായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? പണ്ടത്തെ 500 വർഷത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു അല്ല? इसका नाम दिया गया कांच महल। सेकंड नेम इसका आता है हरम महल। हरम महल समझते हैं आप? ഹറം. हाँ, हरम। ഹരം ഹറം. ഹരം ഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതായിരിക്കും. हरम महल वो होता है जो बादशाह के सोल्जर होते थे ना, जो फाइट में गुजर जाते थे, उनकी बीवियों से वो शादी क्या करते थे, सिर्फ किस लिए? सिर्फ नाम के लिए। उनसे कोई संबंध नहीं होता था, खाली नाम दिया था, क्योंकि उनके साथ के जो लोग हैं ना, का पालन पोषण वो संतुलित करती थी। आज हमारा देश का फौजी गुजर जाता है तो गवर्नमेंट उसको पैसा देती है, पेंशन देती है, नौकरी देती है, कोई चीज़ के लिए जगह देती है। ऐसे वो लोग का प्रोडक्शन था। वो होती थी हरम लेडीज़, उनसे सिर्फ काम लिया था, खाना दे दो, पानी दे दो, वो काम, समझे? तो ये था हरम महल। इसको बनवाया था अकबर के बेटे जहांगीर ने अपने आराम करने के लिए हरम महल। वो भी किस लिए? घंटे 2 घंटे आराम करना, ज़्यादा नहीं। मुगल बादशाह जहांगीर को वाइन पीने का बहुत शौक था। उनका पर्सनल वाइन बनता था आगरा फोर्ट, आगरा किले के अंदर। आपने आगरा फोर्ट देखा? वहाँ पर देखा था ग्रेप गार्डन, हाँ. देखा था? वो किसने बनवाया मालूम? नूरजहाँ बेगम ने। जहांगीर का सेकंड वाइफ था नूरजहाँ, रियल नेम तो उसका मेहरुन्निसा। उसके लिए कश्मीर से मिट्टी लाई गई थी। यहाँ की मिट्टी में अंगूर पैदा नहीं होगा, कश्मीर से मिट्टी लाई, अंगूर बनता था, उसका अंगूर की शराब बनती थी, समझे? जब भी बादशाह यहाँ घूमने फिरने आते थे, उनके साथ में हरम लेडीज और उनकी शराब हुआ करती थी, समझे? उस जमाने में किस डिज़ाइन के बर्तन होते थे? बर्तन तो समझते हैं आप? तो नहीं, गिलास का डिज़ाइन, वाइन पॉट का डिज़ाइन, प्लेट का डिज़ाइन, वो उस ബർത്തൻ समय എന്ന് പറഞ്ഞ പാത്രം. उसके अंदर में वो गोल्ड के होते थे, गोल्ड एंड सिल्वर। वो तो अभी है नहीं, और आपको कैसे मालूम चलेगा कि मुगल टाइम पे कैसे चलता था? वो उन्होंने वो सारी डिजाइनें पत्थर में मेड कराया, जो आप लोग यहाँ देख सकते हैं। तो मैं आपको बताता हूँ, आइए। खाली फ्लावर डिजाइन है, राइट? बट ये प्लेट का डिजाइन है। ऐसी डिजाइन की प्लेटें होती थी। ऊपर देखो वाइन पॉट ग्लास का डिजाइन है, ठीक? फिर प्लेट का डिजाइन है, फिर ऊपर जाएंगे ट्रे का डिजाइन है। ऐसे सब डिफरेंट डिजाइन से बनाए हैं। इससे और छोटा छोटा देखना वाइन पॉट, थोड़ा पीछे यहाँ से देखो ऊपर, ഓക്കെ. डिफरेंट डिजाइन से वाइन पॉट है, प्लेट का डिजाइन है। और ये डिजाइन देखते हैं सामने, ये वाला। आप ब्रेकफास्ट करते हैं हाँ हाँ. कभी सम കേരള. केरला? ब्रेकफास्ट उस समय पर कोई इलेक्ट्रिसिटी नहीं था, सारा काम हाथ से कहते हैंड वर्किंग, ऑल मेड बाई हैंड।
देखिए ना, नाइस कार्विंग फ्रॉम देयर, बनाने का तरीका अलग था, आज का तरीका अलग है। आज किसी भी आप कारीगर को बोलेंगे कि भैया मेरे को एक पत्थर काट के दो, तो वो आपको 20 पत्थर तोड़ देगा। क्यों तोड़ देगा? तो वो मशीन से काम करेगा। पहले समय की कीमत नहीं थी, काम की कीमत थी। काम अच्छा होना चाहिए। समय कितना लगता है कोई परवाह नहीं, 10 साल लगते 20 साल लग जाए, इसलिए इसको 6 साल लगे। पहले क्या करते, जितना पॉइंट आप देखेंगे, ताजमहल आपने देखा, आगरा फोर्ट आपने देखा, सब पानी किनारे है, यमुना नदी किनारे। उसका रीजन क्या होता है? उससे पॉइंट का ये होता है, इस बिल्डिंग को बनाने का जो मटेरियल होता है वो आज के जैसा नहीं। आज हम आप लोग बढ़िया से बढ़िया सीमेंट देंगे, ज़्यादा चूना दे देंगे, इससे ज़्यादा नहीं दे सकते। पहले खाने के पदार्थ डालते थे, जैसे उड़द की दाल, चावल खाते हैं आप लोग, राइस खाते हैं ना, उसका माल निकलता है, पानी निकलता है ना उसका उसमें कितना चिक्कट होता है। उड़द के दाल में चिक्कट होता है, बेलगिरी का जूस, गुड़ का पानी, कंकड़, चूना, खस की घास, अंडे, उसका पेस्ट बनता है। उस पर ये पॉइंट खड़े हैं। उसको क्या चाहिए था? पानी की नमी। तो इसके पीछे यमुना नदी थी, ज़मीन से नमी मिलता था। पहले पॉल्यूशन नहीं था, बारिश भी बहुत होता था, इससे ये नमी मिलती थी। ये बिल्डिंग आज आपको देखने को मिल रही है। आज हमारा आप लोग बिल्डिंग बनाएंगे ना, 60 ईयर्स, 80 ईयर्स, 100 ईयर्स में ख़त्म, फिनिश, राइट। इस तरीके ये पॉइंट खड़े हैं। उस समय पत्थर काटने का तरीका, यमुना नदी से रेती लाते, रेती समझते हैं आप लोग, बालू, डस्ट डस्ट समझते ना, यमुना नदी का डस्ट लाते थे। ये ज़मीन को, उसको डस्ट बिछाना, उसको पत्थर को डालना, उसको फिर धीरे धीरे कार्विंग्स करना, उसको खुदाई करना। उसके खुदाई करने के बाद फिर पत्थर तैयार होता था। ये विंडो देखो, ये दिख रहे हो आप लोग, 1 पीस में है। उसका हैंड वर्किंग कटिंग देखो, राइट। बोले 1 बाई 1 पीस में 3 पीस में पूरा विंडो कंप्लीट है। इसलिए ये बिल्डिंग को इतना समय लगा, 6 ईयर्स। ये फ्रंट साइड है, बैक साइड में एकदम सिंपल। अभी आपका फोटो निकालते फिर इसके आगे बढ़ेंगे, ठीक है। നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ടോമിലെ കാഴ്ചകളാണ്. अकबर बादशाह समय का नाम था मरहबा सजाए खुर्रम में बागे वही. क्या नाम बताया मैंने? സ്ഥലത്തിനാണ് ഗോൾഡൻ പാലസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് കേൾക്കാൻ പറ്റും, അവിടെ പറയുന്നത് ഇവിടെയും കേൾക്കാൻ പറ്റും. നൗഫ്ലിക്ക അവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ നിന്ന് ഇതാക്കട്ടെ. എത്രമാത്രം കേൾക്കാക്കോ അറിയത്തില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഡിസ്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും വളരെ അടിപൊളി സംഭവമാണ്. എല്ലാവരും അവിടെ കാണണം. അപ്പം പുള്ളി അവിടെ നിന്നാണ് സംസാരിക്കുന്നത്, നമുക്കിവിടെ കേൾക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഒന്നുകൂടെ. നമ്മൾ പോകുന്നത് മറിയം സ്റ്റോമിലാണ്.
അടുത്ത കാണുന്നത് മറിയം ടോമാണ്. അക്ബറിൻ്റെ വൈഫിൻ്റെ കബറടക്കമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെയും കിട്ടുന്നത് നമുക്ക്. ആഗ്രയിലെ ഓൾമോസ്റ്റ് കാണാനുള്ളതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഡൽഹിക്ക് പോവാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. വരുന്ന വഴിയിൽ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യമുന എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നു. 6 ലൈനാണ്, മാർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കിലോമീറ്റർ ആണ് ഡൽഹിയിലേക്ക് എക്സ്പ്രസ് ഹൈവേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോയിഡ വഴി ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. യാത്രാമധ്യേ നിരവധി വാഹനങ്ങളും ബ്ലോക്കും ഒക്കെ താണ്ടി ഡൽഹിയിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ അതിമാരകമായ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ക്ഷീണം പ്രയത്നിച്ച് വാഹനം ഒരു കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക്കിനിടയിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.